കലാസ്നേഹികളെ, വില്ലടിച്ചാമ്പാട്ട് എന്ന കലാരൂപത്തെക്കുറിച്ച് രണ്ട് വാക്ക്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന വിൽപ്പാട്ട് അഥവാ വില്ലടിച്ചാമ്പാട്ട് എന്ന കലാരൂപത്തെക്കുറിച്ച് രണ്ട് വാക്ക്. സാമൂഹികമോ ദൈവികമോ ആയ വിഷയങ്ങളെ ഹൃദ്യമായ നാടോടി ശീലുകളുടെ ഇഴചേർന്ന് തെക്കൻ തിരുവിതാംകൂറിലും കന്യാകുമാരി, തിരുനെൽവേലി, മധുര എന്നിവിടങ്ങളിലും ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് വില്ലടിച്ചാമ്പാട്ട്. പണ്ടുകാലത്ത് രാജാവും പരിവാരങ്ങളും വേട്ടയ്ക്ക് പോയി ക്ഷീണിച്ചു തളരുമ്പോൾ തൻ്റെ വില്ലും ശരവും കൊണ്ട് തുറസായ സ്ഥലത്ത് വിശ്രമിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ വിശ്രമിക്കുമ്പോൾ രാജാവ് വില്ലെടുത്തു നിവർത്തി വയ്ക്കുകയും മന്ത്രി കഥ പറയുകയും സേനാനായകൻ പാട്ടുപാടുകയും രാജാവ് തൻ്റെ അമ്പ് കൊണ്ട് വില്ലടിക്കുകയും കൂടെയുള്ള ഭടന്മാർ താളത്തിനൊത്ത് ചുവടുവയ്ക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് വില്ലടിച്ചാമ്പാട്ടിൻ്റെ ഉത്ഭവം എന്നൊരു ഐതിഹ്യമുണ്ട്. വിൽപ്പാട്ടിനെ ആധുനിക രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയത് തിരുവട്ടാർ ബാലൻപിള്ള എന്ന വിൽപ്പാട്ട് കലാകാരനാണ്. തറയിലിരുന്ന് വില്ലടിക്കുന്ന രീതിയും ആധുനിക ഉപകരണങ്ങളായ ഹാർമോണിയം, തബല മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഈ കലാരൂപം കൂടുതൽ ശ്രദ്ധ നേടാൻ തുടങ്ങി. പിന്നീട് നെയ്യാറ്റിൻകര തലയിൽ കേശവൻ നായർ എന്ന കലാകാരൻ വേഷവിധാനങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തി. തലപ്പാവും കിന്നരിയും ആടയാഭരണങ്ങളും നല്ല വേഷവിധാനങ്ങളും കൂടിച്ചേർന്ന് വിൽപ്പാട്ടിനെ കുറെ കൂടി ആധുനികവൽക്കരിച്ചു. വാദ്യോപകരണം എന്ന നിലയിൽ തയ്യാറാക്കുന്ന വലിയ വില്ല്, മണികെട്ടിയ കോൽ എന്നിവ ഉപയോഗിച്ച് താളച്ചിട്ട കൊണ്ട് വില്ലടിച്ചും പാട്ട് അവതരിപ്പിക്കുന്നത്. അംഗവിക്ഷേപങ്ങളും അഭിനയവും കൊണ്ട് പാട്ടിന് ദൃശ്യപ്പൊലിമയും വരുന്നതോടെ ഈ കലാരൂപം ഒരു വ്യത്യസ്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഞങ്ങൾ ആരംഭിക്കട്ടെ. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നൊരു നാള് പാത്തുമോള് ഉമ്മയരികിൽ നിന്നു കൊഞ്ചി, ഉമ്മായി നിൽക്കുന്നൊരാശയാണ് പൂപ്പുന്നാര പൂമാര കാഴ്ച കാണാൻ. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നൊരു നാള് പാത്തുമോള് ഉമ്മയരികിൽ നിന്നു കൊഞ്ചി, ഉമ്മായെ നിൽക്കുന്നൊരാശയാണ് പൂപ്പുന്നാര പൂമാര കാഴ്ച കാണാൻ. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നു ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി, 1000 കോലോളം ഉയരമുണ്ട്, പിന്നെ 60 കോലോളം വണ്ണവുമുണ്ട്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തി
ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി 1000 കോലോളം ഉയരമുണ്ട് പിന്നെ 60 കോലോളം വണ്ണവുമുണ്ട് ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാലുറ്റ താരുണ്യ രാഗമാണ് 10000